സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഷാർജയിലെ ഫ്ളാറ്റിൽ മലയാളി യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു? ഭർത്താവ് സതീഷിനെ ചോദ്യം ചെയ്യാൻ പോലും, അയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്ന ഗുരുതര ആരോപണവുമായി അതുല്യയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. യുവതി ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊല്ലം സ്വദേശിനെ അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് സഹോദരി അഖില പറയുന്നത്. ഭർത്താവ് സതീഷ് മർദ്ദിച്ചതിൻ്റെ പാടുകൾ തന്നെ അതുല്യ കാട്ടിയിരുന്നു. സതീഷിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു, അത് അതുല്യ കണ്ടെത്തിയിരുന്നുവെന്നും സഹോദരി പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും 24 മണിക്കൂറിനുള്ളിലുള്ള പാടുകളുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിലുള്ള 46 ഇഞ്ചുറീസ് ചേച്ചിയുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ ഇത്രയും ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം എൻ്റെ ചേച്ചി സഹിച്ചിട്ടുണ്ടാവും? ഇത്ര ഉപദ്രവം ഒരു ബോഡിയിൽ ഉണ്ടാവുക എന്നുള്ളത് എന്ന് വെച്ചാൽ തലയിൽ അടിച്ച പാട്, ആ പ്ലേറ്റിൽ അടിച്ച തലയിലെ പാട് വ്യക്തമായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് നമുക്കറിയണം. പുള്ളി പറയുന്നത് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല, നാക്കെടുത്ത കള്ളത്തരമാണ് പറയുന്നത്. പിന്നെ എങ്ങനെ? കാരണം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഈ സംഭവം നടന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉച്ചയ്ക്കെങ്ങാണ്ട് പുള്ളി ജോലി സ്ഥലത്തുനിന്ന് ചേച്ചിയെ വിളിച്ചു. അപ്പോൾ വിളിച്ച സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഫ്രണ്ട് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, ആരാടാ വിളിക്കുന്നത് എന്തോ ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞത് കാമുകിയാണ്. അപ്പം പുള്ളി അങ്ങാണ്ട് ചോദിച്ചാൽ ഏതാ, എന്തോ മസായ ബിൽഡിങ്ങിലെ പെണ്ണാണോ അതോ ബസ്സിലെ രമ്യയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി കേട്ടു. അപ്പം ഏതൊരു പെണ്ണാലും അത് സഹിക്കത്തില്ലല്ലോ. അപ്പം ചേച്ചി ഫോൺ കട്ട് ചെയ്തു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിനെ ചൊല്ലി ചേച്ചി കാര്യം ചോദിച്ചു. പുള്ളി അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ അതിനെ ചൊല്ലി സംസാരം ഉണ്ടായി. അപ്പം ചേച്ചി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് സംസാരം കൂടിയിട്ട് പ്ലേറ്റ് വാങ്ങിച്ച് തലക്കടിച്ച് 4 പീസായെന്നാണ് പറഞ്ഞത് പ്ലേറ്റ്. ആ സംഭവം നമ്മുടെ അടുത്ത് പറയുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് ഇനി അവിടെ നിൽക്കരുത്. കാരണം അയാൾ വല്ലതും ചെയ്യും. കാരണം എപ്പോഴും ചേച്ചി പറയും, ഉപദ്രവിക്കുമ്പോൾ തലയ്ക്ക്, നാവിൽ, ഇങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത്. അപ്പോഴേ അമ്മ ഇവിടെ ഭയങ്കര നിലവിളിയൊക്കെയാണ്. അമ്മ ഒരു മോളെ കയറി വാ, നീ നിൽക്കരുത് ഇനി എന്നൊക്കെ പറഞ്ഞു. സതീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് അതുല്യയുടെ അച്ഛൻ ആവശ്യപ്പെട്ടു. ജാമ്യത്തിൽ തുടരുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ അന്ന് എന്താണ് സംഭവിച്ചെന്നുള്ളതിന് അവനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. അന്ന് എൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത്? ഇവൻ അന്ന് ക്രൂരമായിട്ട് അവളെ മർദ്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ഞാൻ കേട്ടതാണ്. അതിനുശേഷം എന്താണ്, അവൻ കഴുത്ത് മുറുക്കി കൈലി മുറുക്കി കൊന്നതാണോ, ശ്വാസം വിട്ടിച്ച് കൊന്നതാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അത് പോലീസുകാർ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിച്ച് അവനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അത് തെളിയിക്കണം. എന്താണ് നടന്നത്, സത്യം എന്താണെന്നുള്ളത് തെളിയിക്കണം, പുറത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അവൻ കൂസലില്ലാതല്ലേ അത് പറയുന്നത്. കുത്തി കൊല്ലുമെന്നും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുമെന്നും അവളെ നിർമ്മാർജ്ജനം ചെയ്യാൻ എനിക്ക് 1 മാസം ശമ്പളം മതിയെന്ന് അവൻ പരസ്യമായിട്ട് ഓപ്പണായിട്ട് പറയുമല്ലോ. അവൻ്റെ ആ ഭാവവും രൂപവും അവൻ്റെ ആക്രമണ സ്വഭാവം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അവനിലെ ക്രിമിനൽ എന്താണെന്ന് ആ വിഷ്വൽസ് കാണുന്ന ആർക്കും മനസ്സിലാവുമല്ലോ. എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, കേരളത്തിൽ നടുക്കിയ 2 സംഭവങ്ങളായിരുന്നത്. കൊല്ലം സ്വദേശിനികളായ 2 യുവതികളുടെ ആത്മഹത്യ. അത് രണ്ടും വിദേശത്ത്, ഗൾഫിലാണ് 2 സംഭവം ഉണ്ടായത്. പക്ഷേ ഇവിടെ കേരള പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ചും തങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നാണ് അതുല്യയുടെ കുടുംബത്തിൻ്റെ ആരോപണം. എന്താണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയം? ടോം, അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ടോം, അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ, അതായത് അതുല്യയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് അവശയാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഇതെല്ലാം ഡിജിറ്റൽ തെളിവുകളായിട്ടാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. പക്ഷേ പ്രതിഭാഗം വക്കീൽ വാദിച്ചത് ഇതെല്ലാം പഴയ ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ ആധികാരികത പരിശോധിച്ചുകൊണ്ട് ഇതിന്റെ ഫോറൻസിക് പരിശോധനയടക്കം സബ്മിറ്റ് ചെയ്യണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ അതുല്യയുടെ മാതാപിതാക്കൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇതിൽ ഇടക്കാല ജാമ്യം ലഭിച്ചാണ് ഇപ്പോൾ സതീഷ് നാട്ടിലുള്ളത്. സതീഷിനെ കസ്റ്റഡിയിലെടുക്കണം, പോലീസ് കസ്റ്റഡിയിലെടുക്കണം. അതുപോലെ തന്നെ കാര്യമായിട്ട് തന്നെ വിശദമായിട്ട് ചോദ്യം ചെയ്യണം. ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് കൂടുതൽ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. തങ്ങളുടെ ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള
മറുപടി ലഭ്യമാകണമെങ്കിൽ ഇയാളിൽ നിന്നും കൃത്യമായിട്ടുള്ള മൊഴികൾ പോലീസിന് കിട്ടണം എന്നാണ് ഈ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് സതീഷ് അതുല്യയെ കൊലപ്പെടുത്തും എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളുണ്ട്. അയാൾ മദ്യലഹരിയിൽ മാനസികമായിട്ടും ശാരീരികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള അതിമൃഗീയമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതെല്ലാം വലിയ രീതിയിലുള്ള തെളിവുകളായിട്ടാണ് കോടതിയിൽ ഹാജരാക്കിയതിട്ടും. എന്തായാലും ഈ അതുല്യയുടെ സഹോദരി അനഘയാണ് കൃത്യമായി കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത്. കാരണം അനഘയ്ക്കാണ് അതുല്യ ഇതിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം അയച്ചു നൽകിയതും അതുപോലെ തന്നെ വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കം അയച്ചു നൽകിയതും. വാട്സപ്പ് സന്ദേശങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് അതുല്യ പറഞ്ഞ ഓഡിയോ ക്ലിപ്പുകളടക്കം സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. അതിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ പീഡിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഇയാൾക്ക് ചില വൈകൃതങ്ങൾ ഉണ്ട് എന്നൊക്കെ അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളായിരുന്നു ഈ അതുല്യ ആ ഒരു വോയിസ് ക്ലിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വലിയ തെളിവുകളാണ്. നിലവിൽ അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണം എന്ന് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇയാൾക്ക് ഉപാധികളോടെ ജാമ്യം ലഭ്യമായത്. ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അതുല്യയുടെ മാതാപിതാക്കൾ ഷാർജ പോലീസിലും അതുപോലെ തന്നെ കൊല്ലം പോലീസിലും പരാതി നൽകിയിരുന്നു. ഈ ലോക്കൽ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ചില പരിമിതികൾ ഉണ്ടായതുകൊണ്ടാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അടക്കം ഈ പോലീസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഈ ഒരു അത് തന്നെയാണ്. കാരണം ഇത് ഷാർജയിൽ വെച്ച് നടന്ന സംഭവമാണ്. കേരള പോലീസിന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചില പരിമിതികൾ ഉണ്ടാകാം. പക്ഷേ ഷാർജ പോലീസ് ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ സതീഷിനെ ചോദ്യം ചെയ്യാനോ, പ്രത്യേകിച്ച് നമുക്ക് ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഷാർജയിൽ വെച്ചാണ് ഇയാൾ ഈ രീതിയിലുള്ള മനോവിഭ്രാന്തി പ്രകടിപ്പിക്കുന്നത്, ഈ ഭാര്യയെ ക്രൂരമായി ആക്രമിക്കുന്നത്, അതേ തുടർന്ന് ആ യുവതി അതുല്യ ആത്മഹത്യ ചെയ്യുന്നതും. ഷാർജ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്? ടോം, അഖിലയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതുപോലുള്ള സമാനമായ രീതിയിലുള്ള മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾ മുൻപും ഈ അതുല്യയ്ക്ക് ഏറ്റിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസിൽ അവർ പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒത്തുതീർപ്പിലേക്ക് എന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉണ്ടായത്, അതായത് ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ അതുല്യയെ സതീഷ് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ മാതാപിതാക്കളുടെ ആരോപണം. പക്ഷേ ഫോറൻസിക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു അതുല്യയുടെ മരണം തൂങ്ങി മരണമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതുകൊണ്ടാണ് ഒരുപക്ഷെ അയാൾക്ക് ജാമ്യം ലഭ്യമായത്. ആ കാര്യമായിട്ടുള്ള അന്വേഷണമൊന്നും തന്നെ ഷാർജയിൽ നടക്കാതെ വന്നതും. അതുകൊണ്ടാണ് അവർ നാട്ടിൽ വരികയും നാട്ടിലെ ക്രൈംബ്രാഞ്ചിനടക്കം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനടക്കം പരാതി നൽകുകയും ചെയ്തത്. ഇതിൽ ചില ഇപ്പോഴും അവർക്ക് വലിയ രീതിയിലുള്ള ദുരൂഹതകൾ ഇതിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ വലിയൊരു ആരോപണങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. കാരണം തനിക്ക് ഈ സതീഷിനോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് ഈ അതുല്യ പറയുന്ന ശബ്ദ സന്ദേശങ്ങളടക്കം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശരീരത്തേറ്റ ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ച തരത്തിലുള്ള മുറിപ്പാടുകൾ, ഇതെല്ലാം തന്നെ സഹോദരിക്ക് വാട്സാപ്പ് വഴി അയച്ചു കൊടുത്ത സാഹചര്യവും ഉണ്ട്. ഇതെല്ലാം വലിയ രീതിയിലുള്ള തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ അതുല്യയുടെ പിതാവ് വിശ്വസിക്കുന്നത് തൻ്റെ മകളെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചിട്ട് തന്നെയാണ് കൊലപ്പെടുത്തിയത്. ഇതിന് കൃത്യമായൊരു അന്വേഷണമാണ് നടക്കേണ്ടത് എന്നൊക്കെയാണ് ഇപ്പോഴും ആ ഒരു മൊഴിയിൽ തന്നെ ഈ മാതാപിതാക്കൾ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ടോം, വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.